Hi friends, LINI'S food cornerലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോരി കൊടമ്പുളി ഇട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ ടേസ്റ്റ് ഉള്ള കറിയാണ്, അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ കോരി എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ കുടംപുളിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ അതിനുവേണ്ടി ഒരു വലിയ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ഒന്ന് ഇട്ട് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഞാൻ ഇട്ടേക്കണേ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പാല് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ച് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. 2ാം പാലിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അല്പം കൂടി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇത്തിരി ലൂസായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാനിത്തിരി കുറുകിയ ടൈപ്പിലാണ് കറി വെച്ചെടുക്കുന്നത്. ഇതൊന്നും നമുക്കിനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 സ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുടംപുളി നമ്മൾ നന്നായിട്ടാണ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉപ്പും കുറച്ച് മുന്നേ നിൽക്കണം. ഒരു 6 ചുള കുടംപുളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ കഴുകി നടുവേ കീറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൂട്ടി തിളച്ച് വരട്ടെ. അതൊന്നിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല മുട്ടയുള്ള കോരി ആയതുകൊണ്ട് ഇങ്ങനെ ചെരിച്ചാണ് മുറിച്ചിരിക്കുന്നത്. കാരണം നേരെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നേരെ മുറിച്ചാൽ ആ മുട്ട പീസായി പോവും, മുറിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ചെരിച്ചാണ് മുറിച്ചിരിക്കുന്നത്. മുട്ട മുറിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ ഇതിനെ മീൻ മുറിച്ചെടുക്കണം. അത് മുട്ട കണമ്പായാലും അങ്ങനെ തന്നെ നമ്മൾ മുട്ടയുള്ള സമയത്ത് കണമ്പ് മുറിക്കുമ്പോഴും നമ്മളിതുപോലെ ചെരിച്ച് മുറിച്ച് കൊടുക്കണം. ഇത് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്രേവിയൊക്കെ മുകളിലാവണ രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. നമ്മൾ കയ്യിലൊന്നും വെച്ച് ഇളക്കരുത്. പതുക്കെ ഈ നമ്മുടെ ചട്ടി എടുത്തൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിത് ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടും. തിളച്ച് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അതിന് ശേഷം മാത്രം തേങ്ങാപ്പാൽ ഒഴിക്കുക. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ കുറച്ച് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല നല്ല നെയ്യുള്ള മുട്ടക്കൂരി ആയതുകൊണ്ട് അതിൻ്റെ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം നേരം വെക്കരുത്. എല്ലായിടത്തും തിള എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇതിന് നമ്മൾ സ്പൈസി ആണെങ്കിൽ പോലും നമ്മൾ തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ചുകൊണ്ട് ആ ഒരു എരിവ് നമ്മൾ അറിയില്ല. വളരെ ടേസ്റ്റിയാണ് അത് കഴിക്കുമ്പോൾ. ഞാൻ അധികം ഗ്രേവി ഇല്ലാതെയാണ് വെച്ചിരിക്കുന്നത്, ഒത്തിരി ലൂസാക്കിയിട്ടില്ല കറി. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കറി കഴിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കറിയുടെ ആവശ്യം തന്നെ ഇല്ല. കുറച്ച് കറി വെച്ച് തന്നെ നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ചിടാം. ഇനി നമുക്കിതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം മൂടി വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ താളിപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ശരിക്കും കറിയിലേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പറ്റാവുന്നത്ര പേർക്കൊന്ന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അതല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻസും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.